വേതന വർധനമടക്കം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നടത്തുന്ന സമരം ശക്തമാകുന്നു. ഏപ്രിൽ 12-ന് സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പൗരസാഗരം സംഘടിപ്പിക്കും. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്നാണ് ആശാപ്രവർത്തകർ പറഞ്ഞത്. ദിവസങ്ങൾ കൂടുന്തോറും സമരത്തിന് വീര്യം കൂടുകയാണ്. ആശാപ്രവർത്തകരുടെ അതിജീവന സമരത്തെ പിന്തുണയ്ക്കാൻ പൗരസാഗരം സംഘടിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ. ഇതിന്റെ ഭാഗമായി 12-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന പൗരസാഗരത്തിൽ സാമൂഹിക സാംസ്കാരിക വ്യക്തിത്വങ്ങളും സംഘടനകളും പൊതുജനങ്ങളും അണിനിരക്കും. നടക്കുന്നത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടമാണെന്നും ധർമ്മത്തിന്റെ ഭാഗത്താണ് പൊതുജനങ്ങളെന്നും ആശാപ്രവർത്തകർ പറഞ്ഞു. ഒരു തൊഴിലാളി സമരം ന്യായമായി അത് പരിസമാപ്തിയിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാട് അദ്ദേഹം എടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഉൾപ്പെടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഉൾപ്പെടെ ആശാവർക്കർമാരുടെ വിഷയത്തെക്കുറിച്ച് അവരുടെ പ്രതിനിധികൾ ചർച്ച ചെയ്ത് വിമർശനം ഉന്നയിക്കുകയാണ്. അത് അവരുടെ മാത്രം വിമർശനമല്ല, ഈ കേരളത്തിന്റെ ഒന്നാകെയുള്ള വിമർശനമാണ്. പൊതുസമൂഹത്തോട് അവർ ചോദിച്ചു നോക്കട്ടെ, അവരാരുടെ പക്ഷത്ത് നിൽക്കുന്നു, പൊതുസമൂഹം ആരുടെ പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ള ഒരു റഫറൻഡം നടത്താൻ, ഒരു സർവേ നടത്താൻ ഇവർ തയ്യാറാണോ? ഇത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ഒരു പോരാട്ടമായി തീർന്നിരിക്കുകയാണ്. ധർമ്മത്തിന്റെ ഭാഗത്ത്, ധാർമ്മികതയുടെ ഭാഗത്ത് ഒരാൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും മനസാക്ഷിയെ കൊത്തിവലിച്ചുകൊണ്ടിരിക്കുന്ന, അവനെ വിങ്ങലിൽപ്പെടുത്തിയിരിക്കുന്ന ഒരു ചോദ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്, ഈ ധർമ്മത്തിന്റെ ഭാഗത്താണ് കേരളത്തിലെ 90% ആളുകളുടെയും മനസാക്ഷി. MA ബേബിയുടെ പ്രസ്താവന ഏറെ വേദനിപ്പിച്ചു. തൊഴിലാളി സംഘടനകളുടെ പ്രശ്നം പരിഹരിച്ച് കൂടെ നിൽക്കുമെന്നും പ്രതീക്ഷിച്ചു. എന്നാൽ അത് ഉണ്ടായില്ലെന്നും ആശാപ്രവർത്തകർ കൂട്ടിച്ചേർത്തു. ഞങ്ങൾ കഴിഞ്ഞ 2 ചർച്ചയിലും കേട്ടതാണ്, ഗവൺമെന്റിന് ആശാവർക്കർമാരുടെ അനുഭവമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഓണററി വർദ്ധിപ്പിക്കുന്നതിൽ സർക്കാരിന് താല്പര്യമാണെന്ന്. അങ്ങനെ താല്പര്യമുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു നടപടിയും ഈ നിമിഷം വരെ അതിനുവേണ്ടി കൈക്കൊണ്ടിട്ടില്ല. കാരണം 15 ദിവസമായി നിരാഹാരം അനുഷ്ഠിക്കുന്ന ആളുകളെ ഒരു ഡോക്ടർ പരിശോധിച്ചിട്ടില്ല എന്ന കാര്യം പറയുമ്പോൾ അത് ആരോഗ്യവകുപ്പ് അറിഞ്ഞിട്ടില്ലെന്ന് മന്ത്രി പറയാണ്. ഞങ്ങൾക്ക് പിടിവാശിയല്ല, 21,000 രൂപയിൽ പിടിവാശി നിൽക്കുമെന്ന് പറഞ്ഞത് ശരിയല്ല. ഞങ്ങൾ കേവലം 10,000 രൂപയാക്കി ഇപ്പോൾ വർദ്ധിപ്പിക്കണം, അതിനെ മാറ്റണം എന്ന് പറയുന്ന ആ ഡിമാൻഡ് പോലും അംഗീകരിക്കുവാൻ തത്വത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ശക്തമായ വിമർശനമുണ്ട്. 3 തവണ ആരോഗ്യമന്ത്രിക്കൊപ്പവും 1 തവണ തൊഴിൽ മന്ത്രിക്കൊപ്പവും ചർച്ച നടത്തി. ചർച്ച പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യവും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുന്ന കാര്യവും വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. പ്രശ്നം പരിഹരിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകാനാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് 59-ാം ദിവസമാണ്. നിരാഹാര സമരം 21-ാം ദിവസവും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.